ചലനമില്ലാത്തത് കാലത്തിന് അതീതമായിരിക്കണം, ചലനമുള്ളത് കാലത്തിന് വിധേയമായിരിക്കണം. ദാറ്റ് ഈസ് സബ്ജക്റ്റ് ടു ടൈം എന്നാണ്. അപ്പം ഇങ്ങനെ രണ്ട് ശക്തികൾ, ഒന്ന് കാലാതീതമായ ശക്തിയും ഒന്ന് കാലത്തിൽ ഉള്ള ശക്തിയും. ഇതിനെയാണ് നമ്മുടെ ഋഷീശ്വരന്മാർ കാലാതീതമായതിനെ പുരുഷനെന്നും കാലത്തിന് വിധേയമായതിനെ പ്രകൃതിയെന്നും വിളിച്ചു. പുരുഷനെന്നും പ്രകൃതിയെന്നും. ഈ പ്രകൃതിയെല്ലാം കാലാതീതനായ ഭഗവാനിൽ നിർലീനമായത് പിന്നീട് അവിടെ നിന്ന് കാലത്തിൻ്റെ പ്രേരണ കൊണ്ട് പ്രകടമാവുന്നു, അവിടെ നിലനിൽക്കുന്നു, വീണ്ടും അതിലേക്ക് ലയിക്കുന്നു. ഇതാണ് പ്രപഞ്ചത്തിൽ സൃഷ്ടിയായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒന്നുകൂടി വ്യക്താക്കാം. നിങ്ങൾ ഉറങ്ങുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സ് പരിപൂർണമായി ലയിച്ച് കിടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് സമയബോധമുണ്ടോ? ഉണ്ടോ? ഉണർന്നു വരുന്ന സമയത്ത് നമുക്ക് സമയബോധമുണ്ട്. കാരണം മനസ്സ് ചലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ചലനമുള്ളപ്പോഴൊക്കെ നമുക്ക് സമയബോധമുണ്ട്. എപ്പോൾ മനസ്സിൻ്റെ ചലനം നിന്നോ അപ്പോഴൊന്നില്ല, ചലനബോധമില്ല, ഒരു സമയബോധമില്ല. നിങ്ങളെ പൂർണ്ണ അനസ്തീഷ്യ തന്ന് നിങ്ങളെ കടത്തിക്കഴിഞ്ഞാൽ എത്ര സമയം ഓപ്പറേഷൻ തിയേറ്ററിൽ നിങ്ങൾ കടന്നു എന്ന് നിങ്ങൾക്ക് അറിയില്ല. അപ്പം സമയം നിശ്ചയിക്കുന്നത് ആരാണ്? മനസ്സിൻ്റെ ചലനമാണ്. ചലനമില്ലെങ്കിൽ നിങ്ങൾക്ക് സമയമില്ല. മനസ്സിന് ചലിക്കണമെങ്കിൽ, ഭൂമിക്ക് ചലിക്കണമെങ്കിൽ ആര് വേണം? ചലനമില്ലാത്തൊരു അന്തരീക്ഷം ആവശ്യമാണ്. അതുപോലെ മനസ്സിന് ചലിക്കണമെങ്കിലോ അപ്പോഴും പ്രകൃതിയുടെ നിയമം മനസ്സിനും ബാധകമാണ്. ചലനമില്ലാത്തൊരു ശക്തി നമ്മളിൽ വ്യാപരിച്ചിരിക്കണം. അപ്പം ചലനമില്ലാത്തൊരു ശക്തിയിലാണ് എന്ത് നടക്കുന്നത്? ചലനമുള്ളത്. നിങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കാൻ അധികം പ്രയാസമൊന്നും വേണ്ട. നമ്മൾ സാധാരണ ഉദാഹരണങ്ങൾ തന്നെ നോക്കൂ. വാഹനങ്ങൾ ഓടുന്നു. വാഹനത്തിന് ചലിക്കണമെങ്കിൽ ആര് ചലിക്കരുത്? റോഡ് ചലിക്കരുത്. ശരിയല്ലേ? ഒരു ട്രെയിനിന് ചലിക്കണമെങ്കിൽ ട്രാക്ക് ചലിക്കരുത്. അങ്ങനെയല്ലേ? വെള്ളത്തിന് ഒഴുകണമെങ്കിൽ കര ഒഴുകരുത്. നല്ലല്ലേ ഒഴുക്ക് നടക്കുള്ളൂ. ഇതുപോലെ ഏത് ചലനത്തിൻ്റെ പിന്നിലും ഒരു വീലിന് തിരിയണമെങ്കിൽ ഒരു ആക്സൽ ചലിക്കരുത്. പാടുവോ? ഇങ്ങനെ ഏത് ചലനത്തിൻ്റെ പിന്നിലും എന്തുണ്ട്? ചലനമില്ലാത്ത ഒന്നുണ്ട്. ചലനമില്ലാത്തത് കാലത്തിന് അതീതവും ചലനമുള്ളത് കാലത്തിന് വിധേയവും. ക്ലിയറാണോ? ഇനി നിങ്ങൾ നോക്കൂ, നമ്മുടെ മനസ്സ് കൂടുതൽ സമയം ഏതിലാണ് വ്യാപരിക്കുന്നത്? ചലനമുള്ളതിലാണോ ചലനമില്ലാത്തതിലാണോ? ചലനമുള്ളതിലാണ്. ചലനമുള്ളതൊക്കെ കാലത്തിന് വിധേയമാണ്. കാലത്തിന് വിധേയമായതെല്ലാം മാറ്റങ്ങൾക്ക് വിധേയമാണ്. ഞാൻ പെർമനൻ്റായിട്ടൊരു സുഖം പ്രതീക്ഷിക്കുന്നുവെങ്കിൽ പെർമനൻ്റായിട്ടുള്ളൊരു സുഖം, ചലിക്കാത്തൊരു സുഖം ചലനമുള്ളതിൽ നിന്ന് എനിക്ക് കിട്ടാൻ പോകുന്നില്ല. ശരിയാണോ പറയുന്നത്? മനസ്സിലായോ എന്താ പറഞ്ഞത്? ചലനമില്ലാത്തൊരു സുഖം എന്ന് പറഞ്ഞാൽ സ്ഥിരമായൊരു സുഖം, ദൃഢമായൊരു സുഖം, പെർമനൻ്റായിട്ടൊരു സുഖം ഏതിൽ നിന്ന് കിട്ടില്ല? ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നിൽ നിന്ന് കിട്ടില്ല. കിട്ടുമോ? അത് തന്നെ നമ്മുടെ കണക്ക് കൂട്ടൽ തെറ്റല്ലേ? നാം തെറ്റായൊരു ഭാവന വെച്ച് ജീവിക്കല്ലേ? അപ്പം നമ്മൾ പരിശീലിച്ചെടുക്കേണ്ടതുണ്ട്. എന്ത്? ചലനമുള്ളതിൽ നിന്നും മനസ്സിനെ ചലനമില്ലാത്തതിലേക്ക് കൊണ്ടുവരാനുള്ളൊരു അഭ്യാസം നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചാൽ മനസ്സിന് ചലനമുള്ളതിൻ്റെ കൂടെയും നിൽക്കാം, ചലനമില്ലാത്തതിൻ്റെയും കൂടെ നിൽക്കാം. ഈ അഭ്യാസത്തിനെയാണ് ഭഗവാൻ കൂർമോങ്കാനീവ എന്ന ശബ്ദം കൊണ്ട് സൂചിപ്പിച്ചത്. കൂർമെന്ന് പറഞ്ഞാൽ ആമയെപ്പോലെ എന്ന് ക്ഷേത്രങ്ങളിലൊക്കെ കണ്ടിട്ടില്ലേ നിങ്ങൾ? വിളക്കിന് താഴെ എന്തു വെച്ചിരിക്കുന്നത്? ആമയുടെ രൂപം. അതെന്തിനാ വെച്ചിരിക്കുന്നത്? ഭഗവാൻ തമിഴ്നാട്ടുകാരനാണോ? അവരാണല്ലോ ആമ ആമ എന്ന് പറയുക. അല്ല, എന്തിനാ ഭഗവാൻ അത് നമ്മുടെ പൂർവികന്മാർ വെച്ചിരിക്കുന്നത്? ഗീതയിൽ വളരെ വ്യക്തമായി പറയും, യഥാ സംഹരദേ ചായം കൂർമോങ്കാനീവ സർവശാം ഇന്ദ്രിയാണിന്ദ്രിയാർത്ഥേഭ്യ തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിത. എന്താ ഭഗവാൻ പറയുന്നത്? എപ്രകാരമാണോ ഒരു കൂർമ്മത്തെ പോലെ ഏതൊരു വ്യക്തിക്കാണോ തൻ്റെ മനസ്സിനെ ചലനമുള്ളതിൽ നിന്നും ചലനമില്ലാത്തതിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുന്നത്, തസ്യ പ്രജ്ഞ പ്രതിഷ്ഠിത, അവൻ്റെ അറിവ് പ്രതിഷ്ഠിതമാണ്. അവനെ ഡിസ്റ്റർബ് ചെയ്യാൻ ഒരാൾക്കും സാധ്യമല്ല. മനസ്സിലാവുന്നുണ്ടല്ലോ?
ചിന്തിക്കൂ നിങ്ങൾ. അപ്പം നമ്മൾ സൃഷ്ടിയിൽ കുരുങ്ങിപ്പോവുക എന്ന് പറഞ്ഞാൽ കാലത്തിൻ്റെ നിയമത്തിൽ പെട്ടുപോകലാണ്. അപ്പം നമ്മൾ ഏറെ പ്രതീക്ഷകൾ വെച്ച് അങ്ങോട്ട് ജീവിക്കുമ്പോണ്ടല്ലോ, ആ പ്രതീക്ഷകൾക്കനുസരിച്ച് കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ നമ്മൾ ഡിസ്റ്റർബ്ഡ് ആകുമ്പോൾ നമ്മൾ അറിയുന്നില്ല പ്രതീക്ഷിച്ചതല്ല നടക്കുക, കൂടെയുള്ളതാണ്. പ്രതീക്ഷിച്ചതല്ല സുഖം തരിക, കൂടെയുള്ളതിനാണ് സുഖം തരാൻ സാധിക്കുന്നത്. അത് നമ്മൾ തിരിച്ചറിയുന്നില്ല. പ്രതീക്ഷിച്ചതല്ല കൂടെ ഉണ്ടാവുക, കൂടെയുള്ളതേ കൂടെ ഉണ്ടാവുകയുള്ളൂ. ആരാ കൂടെയുള്ളത്? നിങ്ങൾക്ക് പ്രതീക്ഷിക്കണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് സ്വപ്നം കാണണമെന്നുണ്ടെങ്കിൽ, ഈ മനസ്സിന് ചലിക്കണമെന്നുണ്ടെങ്കിൽ, ഈ മനസ്സിന് പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ, ഈ മനസ്സിന് എന്ത് വ്യാപാരവും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉള്ളിൽ ആരുടെ സാന്നിധ്യം വേണം? ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ചൈതന്യത്തിന്. മനസ്സിലാവുന്നുണ്ടല്ലോ പറയുന്നത്? ശരീരത്തിന് നിലനിൽപ്പ് കൊടുക്കുന്നത് മനസ്സാണ്. നിങ്ങൾക്ക് നല്ലൊരു മനസ്സില്ലെങ്കിൽ, ഉണർന്നിരിക്കുന്നൊരു മനസ്സില്ലെങ്കിൽ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കില്ല. നടക്കുക, ഇരിക്കുക, കിടക്കുക നടക്കുമോ? ഇല്ല. ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങൾ മനസ്സുണർത്തി മനസ്സാണ് കൊണ്ട് നടക്കുന്നതെങ്കിൽ മനസ്സിനെ ആരുണർത്തുന്നു? ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നൊരു ചൈതന്യമാണ്. ഇത് നമുക്ക് വളരെ വ്യക്തമായി കഴിഞ്ഞു കഴിഞ്ഞാൽ ശരീരം കാലത്തിന് വിധേയമാണ്, കാരണം അത് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് കാലത്താൽ സൃഷ്ടമാണ്, അത് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. മനസ്സും ഏറെക്കുറെ കാലനിയമങ്ങൾക്ക് വിധേയമാണ്, കാരണം ശരീരത്തിൻ്റെ കൂടെ നിൽക്കുന്നിടത്തോളം കാലം മനസ്സിനും എന്തുണ്ട്? മാറ്റങ്ങളും ഒഴുക്കുമുണ്ട്. എന്നാൽ ഈ ശരീരത്തിനും മനസ്സിനും മാറണമെങ്കിൽ, ചലിക്കണമെങ്കിൽ ആര് വേണം? ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നൊരു ഭഗവാന്റെ സാന്നിധ്യം, ഭഗവാന്റെ സാന്നിധ്യം ഉണ്ടായേ പറ്റുള്ളൂ. ഇനി നമുക്കൊന്നുകൂടി മനസ്സിലാക്കേ. ഇത് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് വേറെ രസമാണ്. നമ്മൾ 24 മണിക്കൂറാണല്ലോ ക്ലോക്കിലുള്ളത്. അങ്ങനെയല്ലേ തുടങ്ങുന്നത്? ആദ്യം മുതൽ തുടങ്ങാം. 1 മണി, 2 മണി, 3 മണി, 24 മണിക്കൂറിലുള്ള ക്ലോക്ക് ഉണ്ടെന്ന് വിചാരിക്കാം. നമ്മളിപ്പോൾ 12 മണി ഇരിക്കണു, 2 പ്രാവശ്യം 12, 12, 24 മണിക്കൂറുള്ള ക്ലോക്ക് നിങ്ങളുടെ മുന്നിലുണ്ട്. അതിൽ 24 എന്ന് പറയുമ്പം അത് 0 കൂടിയാണ്. അത് 24 ആവുന്നത് എപ്പോഴാണ്? 23 കഴിഞ്ഞിട്ടാണ് 24. അതിന് മുമ്പ് എത്രയാണത്? മുമ്പ് എത്രയാണ്? 0 അല്ലേ? 0 ടൈം എന്നുള്ളൊരവസ്ഥ ഉണ്ട്. അതെന്നാണ് 1 സെക്കൻഡ് വരുന്നത്. പിന്നെ ഇങ്ങനെ വന്ന് 60 മിനിറ്റായി, പിന്നെ 1 മണിക്കൂറായി, അങ്ങനെ വന്നിട്ടല്ലേ 2, 3, 4, 5 ഇങ്ങനെ പോയിട്ട് 24 ആവുന്നത് അല്ലേ? ശരിയല്ലേ? ആദ്യത്തെ സമയം എപ്പോഴാണ്? തുടക്കം എന്ന് പറയുന്നത് അങ്ങനെ ഒരു സമയമുണ്ടോ? 0 സമയം എന്ന് പറഞ്ഞൊരു സമയം. അതായത് 0 സമയം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മിനിറ്റ് സൂചിയും അതുപോലെ തന്നെ മണിക്കൂർ സൂചിയും സെക്കൻഡ് സൂചിയുമെല്ലാം ഒരേ അവസ്ഥയിൽ നിന്ന് കഴിഞ്ഞാൽ ചലനമില്ലാത്ത അവസ്ഥയിൽ 0 സമയമാണ്. 0 എന്ന് പറഞ്ഞാൽ പൂർണ്ണമാണ്. അവിടെ സമയമില്ല വാസ്തവത്തിൽ. 0 സമയം എന്ന് പറഞ്ഞാൽ സമയമുണ്ടോ? അവിടെ നിന്ന് സെക്കൻഡ് സൂചിക്ക് ഒരു ചലനം വന്നു കഴിഞ്ഞാൽ, ചലനം വന്നതോടുകൂടി സെക്കൻഡ് വന്നു. 1 സെക്കൻഡ്, 2 സെക്കൻഡ്, 3 സെക്കൻഡ്, അങ്ങനെയല്ലേ സംഭവിക്കുന്നത്? എന്നാൽ 0 സമയമുള്ളപ്പോഴും സമയമില്ലാത്തൊരവസ്ഥയിലും സമയം ഇല്ല എന്ന് അറിയണമെങ്കിൽ, ആദ്യത്തെ ചലനം അറിയണമെങ്കിൽ, മനസ്സിന് ചലനം അറിയണമെങ്കിൽ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നൊരു ഭഗവാന്റെ സാന്നിധ്യം വേണം. അതായത് പ്രസൻസ്. വളരെ ശ്രദ്ധിക്കണേ പറയുന്നത്. പ്രസൻസിലിരുന്നു കൊണ്ടേ പ്രസന്റ് അറിയാൻ പറ്റുള്ളൂ. പ്രസന്റിലിരുന്നാലേ പ്രസന്റിന്റെ ചലനം നമുക്കറിയാൻ സാധിക്കുള്ളൂ. If there is no presence, there is no present. ഈ സാധനം ഇവിടെ പ്രസന്റ് ആണ് എന്ന് അറിയണമെങ്കിൽ എന്നിലൊരു പ്രസൻസ് വേണം. പ്രസൻസിലെ പ്രസന്റ് അറിയാൻ പറ്റും. പ്രസന്റിലിരുന്നിട്ടേ ചലനങ്ങൾ അറിയാൻ പറ്റുള്ളൂ. ഇപ്പം നിങ്ങൾ അവിടെ ഇരുന്ന് ചലിക്കുന്ന സമയത്ത് എനിക്ക് അറിയണമെങ്കിൽ നിങ്ങളുടെ പ്രസന്റ് ഞാൻ പ്രസൻസിലിരുന്ന് അറിയണം. വേണോ വേണ്ടയോ? മനസ്സിലാവുന്നുണ്ടോ? പ്രസന്റിലിരുന്ന് നമ്മൾ നോക്കുന്ന സമയത്ത് ചലനം സംഭവിക്കുമ്പോൾ ആ ചലനം ചലിച്ചു കഴിഞ്ഞതെല്ലാം പാസ്റ്റിലേക്ക് പോകുന്നു. കഴിഞ്ഞതെല്ലാം പാസ്റ്റിലേക്ക് പോകുന്നു. വീണ്ടും അടുത്ത ചലനം വരുമ്പം അതും എവിടുന്നാ ചലനം വരുന്നത്? ചലനങ്ങളെല്ലാം അന്തർലീനമായി നിൽക്കുന്നുവെങ്കിൽ, അത് ഫ്യൂച്ചറിൽ നിൽക്കുന്നുവെങ്കിൽ അത് പ്രസന്റിലേക്ക് വരുന്നു, പ്രസന്റിൽ നിന്നും പാസ്റ്റിലേക്ക് വരുന്നു. അപ്പം 3 ടെൻസുകൾ വന്നു. ഏതെല്ലാം? പ്രസന്റ് ടെൻസ് വന്നു,
പാസ്റ്റ് ടെൻസ് വന്നു, ഫ്യൂച്ചർ ടെൻസ് വന്നു. ശരിയല്ലേ? ഞാൻ വളരെ ശ്രദ്ധിക്കൂ, ശാന്തനായിട്ടിരിക്കണോ. എന്നിൽ എല്ലാ സംസ്കാരങ്ങളും ഉണ്ട്. ഞാൻ ഇരുന്ന് നാമം ജപിക്കണം. ഓം നമോ ഭഗവതേ വാസുദേവായ. എന്നിൽ അന്തർലീനമായൊരു മന്ത്രം, അത് പുറത്തേക്ക് വരുന്നു. എന്നിൽ അന്തർലീനമായത് ഫ്യൂച്ചറായിട്ട് അവിടെ കിടക്കുകയാണ്. അതിൽ നിന്ന് പ്രകടമാവുന്നു. പ്രകടമായതോടുകൂടി അതെന്തായി? പ്രസൻ്റായി. ഞാനത് ചൊല്ലിക്കഴിയുന്നതോടുകൂടി എന്തായി? പാസ്റ്റിലേക്ക് വന്നു. അപ്പം ഈ കാലലീല എന്ന് പറയുന്നത് ഫ്യൂച്ചർ, അത് പ്രസൻറ്റിലേക്ക് വരുന്നു, അത് പാസ്റ്റിലേക്ക് പോകുന്നു. പ്രകൃതിയിലേക്ക് നോക്കൂ, ഇത് മൂന്നല്ലേ നടക്കുന്നത്. സൂര്യൻ അസ്തമിക്കുന്നു, അത് പാസ്റ്റിലേക്ക് പോയി. വീണ്ടും അത് തന്നെ ഫ്യൂച്ചറാണ്. അതിൽ നിന്ന് വീണ്ടും അത് പ്രസൻ്റ് ആവുന്നു, വീണ്ടും അത് പാസ്റ്റിലേക്ക് പോകുന്നു. അപ്പോൾ ഇവിടെയൊക്കെ ഈ ചലനം നടക്കുമ്പോൾ പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ ചലനങ്ങൾ, ഈ ചലനങ്ങൾ കാണണമെങ്കിൽ ഇതിൽ നിന്നും വിട്ടിരിക്കുന്ന ഒരു പ്രസൻസിനെ സാധിക്കുകയുള്ളൂ. പ്രസൻസ് ഇല്ലെങ്കിൽ പ്രസൻ്റ് ഇല്ല, പ്രസൻ്റ് ഇല്ലെങ്കിൽ പാസ്റ്റ് ഇല്ല, പ്രസൻ്റ് ഇല്ലെങ്കിൽ ഫ്യൂച്ചർ ഇല്ല. എവിടുന്നാണ് ഇതൊക്കെ ആരംഭിക്കുന്നത്? കൂടെ വന്നവർക്ക് മനസ്സിലാവും. പ്രസൻസിൽ നിന്നാണ് പ്രസന്റ് വരുന്നത് അല്ലേ? മനസ്സിലാവുന്നുണ്ടോ? പ്രസൻസിനാണെങ്കിൽ കാലമില്ല, അത് കാലത്തിനും അതീതമാണ്. അതുകൊണ്ടാണ് അതിനാദ്യത്തെ ചലനം കാണാൻ സാധിച്ചത്. അതുകൊണ്ടാണ് നമ്മുടെ ഋഷീശ്വരന്മാര് ഭഗവാനെ വിളിക്കുന്നത് കാലാതീതൻ. ഭട്ടതിരിപ്പാട് തുടങ്ങുമ്പോൾ തന്നെ സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവതിഭ്യാം നിർമുക്തം. ഭഗവാന് കാലവും ബാധകമല്ല, ദേശവും. കാലവും ദേശവും എന്നത് ദേശത്തിലാണ് കാലമുണ്ടാവുള്ളൂ. കാലം മാറുന്നതനുസരിച്ച് ദേശത്തിലും മാറ്റങ്ങൾ വരും. എന്ന് വെച്ചാൽ എന്താ പറയുന്നത്? അതായത് നാം കിഴക്ക്, വടക്ക്, തെക്ക് എന്നൊക്കെ പറയുന്നത് കാലത്തിനെ ആരോപിതമാക്കി പറയുകയാണ് അല്ലേ? സൂര്യൻ ഉദിക്കുന്നത് കിഴക്കാണ്, സൂര്യൻ അസ്തമിക്കുന്നത് പടിഞ്ഞാറാണ്. വാസ്തവത്തിൽ സൂര്യൻ ഉദയവും അസ്തമയവും ഉണ്ടോ? നിങ്ങൾ ആകാശത്തിൽ കിഴക്കും പടിഞ്ഞാറും വടക്കും ഒക്കെ കാണിച്ചു തരാൻ പറ്റുമോ? ഇല്ല. അതെല്ലാം സമയം കൊണ്ട് ആരോപിതമാണ്. ഇതെല്ലാം ആരോപിച്ചിരിക്കുകയാണ്. ഇങ്ങനെ നമ്മുടെ ജീവിതത്തെ നാം പലതിലും ആരോപിക്കുമ്പോൾ നാം അറിയുന്നില്ല, ഇതൊക്കെ അറിയാനും അനുഭവിക്കാനും സാധിക്കുന്ന ഒരു വലിയ ശക്തിയുള്ള ഒരു പ്രസൻസ്. ആരുടെ പ്രസൻസ്? ആരുടെ പ്രസൻസ്? ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ഭഗവാന്റെ പ്രസൻസ്. അതുകൊണ്ടാണ് ഭഗവാനെ സത്ത് എന്ന് വിളിക്കുന്നത്. സത്ത് എന്ന് പറഞ്ഞാൽ പ്രസൻസ് എന്നർത്ഥം. എപ്പോഴും ഉള്ളവൻ, അസ്തിത്വമുള്ളവൻ, എപ്പോഴും നിലനിൽക്കുന്നവൻ. അങ്ങനെയുള്ള ഭഗവാന്റെ സാന്നിധ്യത്തിലാണ് ഇതൊക്കെ നമ്മൾ കാണുന്നതും അനുഭവിക്കുന്നുമെങ്കിൽ ഭഗവാൻ കാലത്തിനെല്ലാം അതീതനാണ്. ഇപ്പം സൃഷ്ടി എന്ന് പറയുന്നത് കാലത്തിന് വിധേയവും എന്നാൽ സൃഷ്ടിക്കും അതീതനാണ് ആര്? ഭഗവാനെങ്കിൽ വാസ്തവത്തിൽ നമ്മളൊക്കെ ദുഃഖിക്കുന്നതിന് കാരണം ഈ സൃഷ്ടിയിലുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് അതിനപ്പുറത്തുള്ള ആരിലേക്ക് മനസ്സിനെ കൊണ്ടുപോകുന്നില്ല? ഭഗവാനിലേക്ക് കൊണ്ടുപോകുന്നില്ല. നമുക്ക് ആ കൂർമ്മത്തിൻ്റെ കഴിവ് കിട്ടുന്നില്ല. നമുക്ക് മനസ്സിനെ കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട് സൃഷ്ടിയിലേക്ക്. പക്ഷെ അതിൽ നിന്നും പിൻവലിപ്പിച്ച് ആരിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നില്ല? ഭഗവാനിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഈ ആർട്ട് നമ്മൾ പഠിച്ചെടുത്താൽ, ഈ കഴിവ് നമ്മൾ പഠിച്ചെടുത്താൽ, എവിടെയൊക്കെ നമ്മൾ കുഴപ്പത്തിലാവുന്നുണ്ടോ അവിടെയൊക്കെ നമുക്ക് വേണമെങ്കിൽ മനസ്സിനെ ആരിലേക്ക് കൊണ്ടുവരാം? ഭഗവാനിലേക്ക് കൊണ്ടുവരാം. നോക്കൂ, നമ്മൾ എവിടേക്കാണ് ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും അനുഭവിക്കുന്ന നമ്മൾ അറിയുന്നില്ല. കുട്ടികളെയൊക്കെ വളർത്തിക്കൊണ്ടുവരുമ്പോൾ അച്ഛനമ്മമാർക്ക് അത്ര കോൺഫിഡൻ്റ് ആണ്, ഇവൻ ഞാൻ പറഞ്ഞതനുസരിക്കും, അതിലപ്പുറമൊന്നും പോവില്ല, ഞാൻ പറയുന്ന പെണ്ണിനെ അവൻ കിട്ടുള്ളൂ, ഞാൻ പറയുന്ന പോലെ അവൻ ജീവിക്കുള്ളൂ. ഇതൊക്കെ അങ്ങനെ സ്വപ്നം കണ്ട് ഒരു ദിവസം ബൂം, ഒരമ്മ മകനെയും കൊണ്ട് സൂപ്പർ മാർക്കറ്റിൽ പോയി. അവിടെ ചെന്ന് ഷോപ്പിംഗ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പം കുട്ടി അതോ ഇതൊക്കെ എടുക്കുന്നുണ്ട്. പറഞ്ഞു, രാഹുൽ ഇങ്ങോട്ട് വരൂ, അതോ ഇതൊന്നും എടുക്കരുത്, ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ? പറഞ്ഞെനിക്ക് പന്ത് വേണമെന്ന്. 100 പന്തുണ്ട് നിന്റെ കയ്യിൽ, ഇനിയും നിനക്ക് പന്ത് വേണോ? എത്ര കിട്ടിയാലും മതി വരാത്തൊരു ജന്തു, കണ്ട അപ്പം കോള ഓരോന്ന്. നിന്നെ കൊണ്ടുവരില്ല എന്ന് ഞാൻ വിചാരിച്ചായിരുന്നു, വീണ്ടും പാവാന്ന് വിചാരിച്ചിട്ട് കൊണ്ടുവന്നപ്പം നീ ഉപദ്രവിക്കാനായിട്ട് അമ്മയുടെ കൂടെ വന്നിരിക്കണമെന്ന് പറഞ്ഞ് കുറേ ചീത്ത പറഞ്ഞു. അപ്പോൾ അവൻ എന്ത് ചെയ്തു, ഒരു ചോക്ലേറ്റ് എന്തോ ആ ഷോപ്പുകാരൻ കൊടുത്തിട്ട് അതെടുത്തിട്ട് അവിടെയും ഇവിടെയൊക്കെ നോക്കി നടക്കുന്നുണ്ട്. വീണ്ടും അമ്മ വിളിച്ചു, രാഹുൽ ഇവിടെ വരുമെന്ന്. ആ സ്ത്രീകളൊക്കെ അവിടെ ഉണ്ട്, നീ അവിടെ ഇവിടെയും പോയി നിൽക്കരുത്, അവരൊക്കെ കാണും നിൻ്റെ സ്വഭാവം എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും അമ്മ ഭീഷണിപ്പെടുത്തിയപ്പോൾ അവൻ കുറച്ചുകൂടി ദൂരെ പോയി. വീണ്ടും അമ്മ വിളിച്ചു, രാഹുൽ ഇവിടെ വരുമെന്ന്. അപ്പോൾ കുട്ടിക്ക് അങ്ങോട്ട് ദേഷ്യം വന്നിട്ട് അവിടുന്ന് പറയാണ്, അമ്മ വിളിക്കുന്നിടത്തൊക്കെ വരാൻ ഞാനാരാ? അച്ഛനാരാണോ? അച്ഛനാണോ എന്താ കരുതിയിരിക്കണതെന്ന്. ആ അമ്മ ഷോക്കേറ്റതുപോലെ
ഇങ്ങനെയുണ്ട് ഒരു മകന്, കൊടുത്തു എല്ലാവരുടെ മുന്നിലും വെച്ചിട്ട്. ഇങ്ങനെ നാം പ്രതീക്ഷിക്കുന്ന പ്രതീക്ഷകളെ മുഴുവൻ തട്ടിമറയ്ക്കാൻ മറ്റുള്ളവർക്ക് സാധിക്കും. അപ്പിരുന്ന് ദുഃഖിക്കേണ്ടി വരും. ഈ ദുഃഖങ്ങൾക്കൊക്കെ കാരണം നാം അനാവശ്യമായി മനസ്സിനെ പ്രതീക്ഷകളൊക്കെ വെച്ചോളൂ, പക്ഷേ പ്രതീക്ഷിക്കാനും നമുക്ക് സാധിക്കണം. പ്രതീക്ഷകൾക്കതീതമായ ഭഗവാനിലേക്ക് മനസ്സിനെ കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചാൽ ഏത് പ്രശ്നങ്ങൾക്കും എവിടെ പരിഹാരം കണ്ടെത്താം? നമ്മളിൽ തന്നെ പരിഹാരം കണ്ടെത്താം. ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഇവിടെ തൃതീയ സ്കന്ധത്തിൽ സൃഷ്ടി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ബ്രഹ്മാവ് ഭഗവാനെ സ്തുതിച്ചുകൊണ്ട്, ഭഗവാനെ എനിക്ക് അതിനുള്ളൊരു അറിവ് തരണം. അതായത് സൃഷ്ടിയിൽ ഞാനൊരിക്കലും കുരുങ്ങിപ്പോവരുത്. എനിക്ക് സൃഷ്ടിക്കുകയും വേണം, എന്നാൽ സൃഷ്ടിയിൽ നിന്നെല്ലാം അതീതനാവുകയും വേണം. ഈ കാര്യം ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ബ്രഹ്മാവ് സൃഷ്ടി തുടങ്ങുന്നതെന്ന് തൃതീയ സ്കന്ധത്തിൽ ഭഗവാനെ സ്തുതിക്കുന്നൊരു സ്തുതി, അതിമനോഹരമായൊരു സ്തുതിയാണ് 9-ാമത്തെ അധ്യായത്തിലെ സ്തുതി. വളരെ മനോഹരം. ദിവസവും നിങ്ങൾ ഭാഗവതം വായിക്കുന്നവരാണെങ്കിൽ ഈ സ്തുതി വളരെ രസകരമാണ്, ചൊല്ലി തന്നെ വേണം, അത്ര രസമുണ്ടത്. ബ്രഹ്മോവാചം ജ്ഞാതോസി മേ ദസുജരാനനുദേഹഭാജം ജ്ഞായതേ ഭഗവതോ ഗതിരിത്യവദ്യം നാന്യത്തദസ്തി ഭഗവന്നപി തന്ന ശുദ്ധം മായാഗുണവ്യതികരൽ യദുർവിഭാസി. ഭഗവാനെ സുചിരാൻ നിരന്തരമായ ഉപാസനയാൽ, നിരന്തരമായ നാമജപത്താലും നിരന്തരമായ ഭാഗവതാദികളുടെ പഠനത്താലും ഭഗവാനെ അവിടുത്തെ കാരുണ്യം കൊണ്ട് ഇന്നെനിക്ക് ജ്ഞാതോസി, അങ്ങയെ വേണ്ട വിധത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചു. ആർക്ക്? ബ്രഹ്മാവിന്. എങ്ങനെയുള്ളവർക്കാണ് സാധിക്കുന്നത്? ഇവിടെ സുചിരാൻ എന്ന് പറഞ്ഞാൽ നിരന്തരമായ അഭ്യാസം കൊണ്ട്, നിരന്തരമായ ഉപാസന കൊണ്ട്. ഇതൊരു സുപ്രഭാതം അമ്പലത്തിൽ പോയിട്ട് അങ്ങോട്ട് തൊഴുതു കഴിഞ്ഞാൽ ഭഗവാൻ വരുമെന്ന് വിചാരിക്കുന്ന അല്ലേ ഭക്തി എന്ന് പറയുന്നത്? നിരന്തരമായൊരു ഉപാസന കൊണ്ട്, നിരന്തരമായ നാമസങ്കീർത്തനത്തിൻ്റെയും ശ്രവണം, കീർത്തനം, ധ്യാനം തുടങ്ങിയിട്ടുള്ള പ്രക്രിയകളിലൂടെയൊക്കെ എനിക്ക് അങ്ങയെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. എന്നാൽ ദേഹഭാജം ന ജ്ഞായതേ, വളരെ വ്യക്തമായി പറയാണ്. ദേഹഭാജം എന്ന് പറഞ്ഞാൽ ദേഹബോധമുള്ളവർക്ക് എന്ന് വെച്ചാൽ ഈ ശരീരം ആണ് ജീവിതം, ഈ ശരീരവുമായി ബന്ധപ്പെട്ടവരും ബന്ധപ്പെട്ട വസ്തുക്കളുമാണ് ജീവിതത്തിൻ്റെ സുഖം എന്നുറപ്പിച്ചവർക്കൊന്നും ന ജ്ഞായതേ. ആരെ അറിയാൻ പറ്റില്ല? ഭഗവാനെ അറിയാൻ പറ്റില്ല. നോക്കൂ, നമ്മൾ അമ്പലത്തിൽ പോയിട്ട് ഭഗവാനെ തൊഴുന്ന സമയത്ത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഭഗവാനെ നിങ്ങൾ അറിയുന്നുണ്ടെന്ന്? ഭഗവാനെ അറിയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാസ്തവത്തിൽ തൊഴുന്ന സമയത്തുള്ളൊരു അനുഭവം അല്ലത്. ഭഗവാനെ കാണുന്നതല്ല ഭഗവാനെ അറിയൽ. ഭഗവാനെ അറിയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അർത്ഥം സൂക്ഷ്മമായി നോക്കിക്കഴിഞ്ഞാൽ ഈ ശരീരത്തിനും മനസ്സിനും ഉണർവും ഉദയവും തരുന്ന, ഈ ശരീരത്തെയും മനസ്സിനെയും നിലനിർത്തുന്ന, ഈ ശരീരം ഉറങ്ങിക്കഴിഞ്ഞാൽ മനസ്സുറങ്ങിക്കഴിഞ്ഞാൽ ഈ സംസ്കാരത്തെയൊക്കെ നിലനിർത്തുന്ന, ശ്വാസം